സിനിമാ മേഖലയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ അന്തരിച്ച CJ റോയ്ക്ക്. നടൻ മോഹൻലാലുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. നിരവധി മലയാള ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്നു അദ്ദേഹം. ബിഗ് ബജറ്റ് ചിത്രങ്ങളായ കാസനോവ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാണ പങ്കാളിയുമായിരുന്നു അദ്ദേഹം. ഈ രണ്ട് ചിത്രങ്ങളിലെയും നായകൻ മോഹൻലാലാണ്. പ്രമുഖ മലയാളം ചാനലിലെ റിയാലിറ്റി ഷോയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിനെയും ചെയർമാൻ CJ റോയിയെയും മലയാളികൾക്ക് ചിരപരിചിതനാക്കിയത്. ആദ്യമായൊരു ചാനൽ റിയാലിറ്റി ഷോയിൽ 40 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് സമ്മാനമായി പ്രഖ്യാപിച്ച് റോയി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയാണ് CJ ജോയിയുടെ മരണം. കഴിഞ്ഞ വർഷം ദുബായിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് വമ്പൻ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. ബിസിനസ് ദുബായിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു പാർട്ടി സംഘടിപ്പിച്ചത്. ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പാർട്ടിയിൽ പങ്കെടുത്തു. ഈ പാർട്ടിയിൽ പങ്കെടുത്ത പലരെയും ആദായ നികുതി വകുപ്പും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും നിരീക്ഷിക്കുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. റോയുമായി അടുപ്പമുള്ള ചിലരെ ഏജൻസികൾ ചോദ്യം ചെയ്തിരുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്താണിതിന് കാരണമെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ബംഗളൂരുവിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ടും കൊച്ചിയിലെ IT യൂണിറ്റാണ് പരിശോധനകളും അന്വേഷണവും നടത്തിയത്. കർണാടകയിലെ IT ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുകയും ചെയ്തു. എന്തുകൊണ്ടാണിതെന്ന സംശയം ഉയരുന്നുണ്ട്. ദുബായിലെ പാർട്ടിക്ക് ശേഷമാണ് IT വകുപ്പ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ CJ റോയിയെ പിന്തുടരുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണിതിൻ്റെ കാരണമെന്ന് വ്യക്തമല്ല. ദുബായിലെ റോയിയുടെ ബിസിനസ് ഇടപാടുകളെ IT വകുപ്പ് സംശയത്തോടെ കണ്ടിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. CJ റോയിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നാണ് ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ പറയുന്നത്. പോലീസ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി ആദായ നികുതി വകുപ്പ് പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരുവിലെ ലാംഫോർട്ട് റോഡിലുള്ള ഓഫീസിനുള്ളിൽ CJ റോയ് ജീവനൊടുക്കിയത്. IT റെയ്ഡിനിടെ അദ്ദേഹം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഉടൻ തന്നെ HSR ലേഔട്ടിലെ നാരായണ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസുകളിലും റോയിയുടെ വസതികളിലും ആദായ നികുതി വകുപ്പ് വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു. പിന്നാലെയായിരുന്നു റോയിയുടെ മരണം.